തിരുവനന്തപുരത്ത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് 5 വർഷം തടവും 25,000 രൂപ പിഴയും ശിക്ഷ. അതിയന്നൂർ സ്വദേശി ഷാജഹാനെയാണ് കോടതി ശിക്ഷിച്ചത്. തൃശൂർ പെരുമ്പിലാവിൽ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് മോഷണം. മേനോത്ത് ബാവയുടെ വീട്ടിൽ നടന്ന കവർച്ചയിൽ 10,000-ഓളം രൂപ നഷ്ടപ്പെട്ടു. കൊല്ലം ഏരൂരിൽ കുപ്രസിദ്ധ മോഷ്ടാവ് വെള്ളംകുടി ബാബു പിടിയിൽ. ചണ്ണപ്പേട്ടയിൽ നിന്നാണ് ഇയാൾ പോലീസ് പിടിയിലായത്. 50-ലേറെ കവർച്ചാ കേസുകളിൽ പ്രതിയാണ് ബാബു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ അമേരിക്കൻ പൗരൻ കുഴഞ്ഞു വീണ് മരിച്ചത് കൗശിക് ജോഷി നരേന്ദ്ര. ഗുരുവായൂരിൽ നിന്നും കൊച്ചി എയർപോർട്ടിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അന്ത്യം. ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവായ VS പാർവതിയെ തൃശൂർ ആദരണീയം സാംസ്കാരിക പൗരാവലി അനുമോദിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറപ്പറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന പുരസ്കാരത്തിനാണ് പാർവതി അർഹയായത്. തൃശൂർ എടത്തുരുത്തി പയ്യന്നൂരിൽ കൊയ്ത്തുത്സവത്തിൽ 100 മേരി വിളവ് കൊയ്ത് കർഷകർ. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത ഉയർന്ന വിളവ് തരുന്ന മനുരത്ന വിത്തിനമാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. കർഷക സംഘം നാട്ടിക ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിലെ ബിരുദാനന്തര സമ്മേളനം നടന്നു. കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം. ബിഷപ്പ് മാർ പ്രിൻസ് ആന്റണി മങ്ങേടാൻ തിരി തെളിയിച്ചു.